بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഷഫീഖുൽ ബൽഖി റഹിമഹുള്ളയുടെ ശിഷ്യനായ ഹാത്തമുൽ അസം റഹിമഹുള്ള ഉസ്താദ് 30 വർഷം സഹവസിച്ചിട്ട് നീ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ 8 മസ്അല പഠിച്ചു എന്നാണ്. ഉസ്താദിനത് വിഷമമായി, വർഷങ്ങൾ പാഴായല്ലോ, എന്തിനാണ് നീ ഇങ്ങനെ നിന്റെ സമയങ്ങൾ പാഴാക്കിയത്? അപ്പം അദ്ദേഹം ആ 8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് അതിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അൽഫായിദത്തുർ റാബിഅ, 4ാമത്തെ പോയിന്റ്, അന്നി റഅയ്തു ബഅദൽ ഖൽഖി, ചില സെറ്റുകളെ ഞാൻ കണ്ടു. സെറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ. ലന്ന ഷറഫഹു വഇസ്സഹു, അയാൾ ആ ബഅദ് അവന്റെ ഷറഫും ഇസ്സും അല്ല, അവന്റെ മഹത്വവും അന്തസ്സും അല്ല, ഫി കസറത്തുൽ അഖ്വാമി, കസറത്തുൽ അഖ്വാമിലാണ് എന്ന് നനച്ചിരിക്കുന്നു. കസറത്തുൽ അഖ്വാം എന്ന് പറഞ്ഞാൽ ഫാൻസുകൾ വർദ്ധിക്കുക, തൻ്റെ ആൾക്കാർ വർദ്ധിക്കുക. വൽ ആശാഇരി, കുടുംബത്തിന്റെ വർധനവിലുമാണ് എന്ന് വിചാരിച്ച് ഫഗത്തറ ബിഹിം, അവരിൽ അവൻ വഞ്ചിതനായി. അങ്ങനെ ഒരു വിഭാഗം. വസഅമ ആഖറുന, വേറൊരു വിഭാഗം വാദിച്ചു, അന്നോഫി സിറുവത്തുൽ അംവാല്, സ്വത്തുക്കളെ വാരി കൂട്ടുന്നതിലാണ് അന്തസ് ഇസ്സത്ത് എന്നല്ല. സിറുവത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്വത്ത് എന്നാണ്. അടുത്ത ഉദ്ദേശം ജംഉൽ അംവാൽ. കസറത്തുൽ ഔലാദ്, ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാകുന്നതിലാണ് അന്തസ് എന്ന്. അങ്ങനെ ഫഫ്തഖറു ബിഹ, അവരാ സ്വത്തുക്കളും സന്താനങ്ങളും വെച്ചിട്ട് പ്രൗഢി നടിക്കാൻ തുടങ്ങി. ഞാൻ വലിയ പുള്ളിയാണ്, എനിക്ക് ഒരുപാട് സന്താനങ്ങളുണ്ട്, എനിക്കൊരുപാട് സ്വത്തുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വലിയ ആളാകാൻ തുടങ്ങി. ഹസിബ ബഅദുഹും, ചിലര് വിചാരിച്ചത് അഷറഫ വൽ ഇസ്സ, ഷറഫിനെയും ഇസ്സിനെയും ഫി ഗസ്ബി അംബാലിൻ നാസി, ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിൽ, വദുൽമിഹിം, അവരോട് അക്രമം ചെയ്യുന്നതിൽ, വസഫ്കി ദിമാഇഹിം, അവരുടെ രക്തം ചിന്തുന്നതിൽ, ഇതിലെല്ലാമാണ് അന്തസ്സെന്ന് ചിലർ വിചാരിച്ചു. വഅതഖദ ത്വായിഫത്തുൻ, മറ്റൊരു വിഭാഗം വിശ്വസിച്ചു, അന്നോ ഫി ഇത്ലാഫിൽ മാലി, സ്വത്ത് വെറുതെ ഇങ്ങനെ നശിപ്പിക്കുന്നതിലാണ് അന്തസ്സെന്ന്. ഇസ്രാഫി, അതിനെ അധിക ചെലവ് വരുത്തുക, തബ്ദീരി, അതിനെ ദുർവിനിയോഗം ചെയ്യുക, അങ്ങനെ സ്വത്ത് അടിച്ചു തീർക്കുക, അതിലാണ് വലിയ അന്തസ്സ്. കൂട്ടുകാരുമായിട്ട് കറങ്ങി നടന്ന് സ്വത്തെല്ലാം കൂടെ അടിക്കുക, ഇതിലാണ് അന്തസ്സെന്ന് വേറൊരു വിഭാഗം വിചാരിച്ചു. എന്നാൽ തഅമ്മൽതു ഫീ ഖൗലിഹി തആല, ഞാൻ യജമാനനായ അള്ളാഹുവിന്റെ ഖൗലിൽ ചിന്തിച്ചു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരാണ്, തഖ്വയുള്ളവരാണെന്ന്. അപ്പൊ ഫഖ്തർതു തഖ്വ, തഖ്വയെ ഞാൻ തിരഞ്ഞെടുത്തു. വഅതഖത്തു, ഞാൻ വിശ്വസിച്ചു, അന്നൽ ഖുർആന ഹഖ്കുൻ സാദിഖുൻ, നിശ്ചയം ഖുർആൻ അത് ഹക്കാണ്, അത് സാദിഖാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. വലന്നഹും, അവരുടെ ലന്ന്, ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ അന്തസ്സും പ്രൗഢിയുമെല്ലാം കുറെ എന്തൊക്കെയോ ഭൗതികമായ കാര്യങ്ങളിലാണെന്ന് വിശ്വസിച്ചവരുണ്ടല്ലോ, അവരുടെ ലന്ന് വഹുസ്ബാനവും, അവരുടെ വിചാരവും കുല്ലഹ, എല്ലാം ബാത്തുലുൻ, നിരർത്ഥകമാണ്, സായിലുൻ, നീങ്ങിപ്പോകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അൽ ഫായിദത്തുൽ ഖാമിസ, 5ാമത്തെ പോയിന്റ്, അന്നി റഅയ്തുൻ നാസ, ഞാൻ ജനങ്ങളെ കണ്ടു, യദുമ്മു ബഅദുഹും ബഅദ, ബഅദ് ബഅദിനെ കുറ്റപ്പെടുത്തുന്നു, ഫയഗ്താബു ബഅദുഹും ബഅദ, ബഅദ് ബഅദിനെ സംബന്ധിച്ച് അനാവശ്യം പരദൂഷണം പറയുന്നു. അങ്ങനെയാണ് ഞാൻ ജനങ്ങളെ കണ്ടത്. ഫവജത്തു ദാലിക, അപ്പം ഞാൻ അതിനെ എത്തിച്ചു, മിനൽ ഹസദി ഫിൽ മാലി, സ്വത്തിലുള്ള ഹസദിന്റെ പേരിലാണ് ഈ കുറ്റപ്പെടുത്തലും ഈ ഗീബത്തുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. വൽ ജാഹി, പ്രതാപത്തിന്റെ പേരിലുള്ള അസൂയ, എന്നെക്കാൾ സ്വത്ത് വേറൊരാൾ കൊണ്ട് എനിക്ക് അയാളോട് അസൂയ, എന്നെക്കാൾ സ്ഥാനമാനം വേറൊരാൾ കൊണ്ട്, എൻ്റെ പ്രായക്കാരനാണ്, അതിലെനിക്ക് അസൂയ, എന്നേക്കാൾ ഇൽമ് വേറൊരാൾ കൊണ്ട്, അതിലെനിക്ക് അസൂയ, ഇതിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ ആയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, നാം അവരുടെ ഇടയിൽ ഓഹരി ചെയ്തു വെച്ചിരിക്കുന്നു അവരുടെ ജീവിത സന്ധാരണത്തെ, ഭൗതിക ജീവിതത്തിൽ എല്ലാം അള്ളാഹു ഓഹരി ചെയ്തു വെച്ചിരിക്കുകയാണ്.
അലിന്തു, അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ അറിഞ്ഞു, അന്നൽ ഖിസ്മത്ത്, ഈ ഓഹരി, കാനത്ത് മിനല്ലാഹി തആല, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഫിൽ അസൽ, പണ്ടേ തന്നെ ഓഹരി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫമാ ഹസത്തു അഹദൻ, ഞാൻ പിന്നെ ആരോടും അസൂയ വെച്ച് പുലർത്തില്ല. എന്തിനു അസൂയ വയ്ക്കണം? കാരണം എന്റേതല്ല, അവർക്കുള്ളത് അവരുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. വറദീതു ബിഖിസ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ കിസ്മത്തിന് ഞാൻ തൃപ്തിപ്പെട്ടു. അസൂയ വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ കിസ്മത്തിൽ തൃപ്തിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അൽഫായിദത്തു സാദിസ, ആറാമത്തെ പോയിന്റ്, അന്നി റായിത്തുന്നാസ, ജനങ്ങളെ ഞാൻ കണ്ടു, യുആദി ബഅദുഹും ബഅദ, ബഅദിനോട് ശത്രുത പുലർത്തുന്നു. ഇല്ല ഖറദിൻ, എന്തെങ്കിലും എല്ലാം ലക്ഷ്യത്തിന് വേണ്ടി, വസബബിൻ, എന്തെങ്കിലും എല്ലാം കാരണത്തിന് വേണ്ടി. അപ്പൊ ഫതഅമ്മൽതു ഖൗലഹു തആല, ഞാൻ അള്ളാഹുവിന്റെ ഖൗലിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, നിശ്ചയം പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവാക്കിക്കോളിൻ, അവനെ നിങ്ങൾ ശത്രുവാക്കി തീരുമാനിച്ചോളിൻ. ഫഅലിന്തു, അപ്പം ഞാൻ മനസ്സിലാക്കി, അന്നഹു ലാ തജൂസു അദാബത്തു അഹദിൻ ഗൈരി ശൈത്വാൻ, പിശാചല്ലാത്ത ആരോടും ശത്രുത പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അൽഫായിദത്തു സാബിഅ, ഏഴാമത്തെ പോയിന്റ്, അന്നി റഅയ്തു കുല്ല അഹദിൻ, ഓരോരുത്തരെയും ഞാൻ കണ്ടു, യസ്ആ ബി ജദ്ദിൻ, അവൻ ഓടി നടക്കുന്നു പരിശ്രമവുമായി, വയജിത്തഹിദു ബി മുബാലഗത്തിൻ, അങ്ങേയറ്റം കിണഞ്ഞ് പരിശ്രമിക്കുന്നു, ഇത് തലബിൽ കൂത്ത് കരസ്ഥമാക്കാൻ വേണ്ടി. ജീവിക്കാനുള്ളതല്ലേ കൂത്ത്, കണ്ടമാനം ഭാര്യ വെച്ചിട്ട് കാര്യമില്ലല്ലോ, തിന്നാൻ കഴിയുന്നതല്ലേ, അത് അവന്റെ ജീവിതം നിലനിൽക്കുന്നതിന് ആവശ്യമായ ഭക്ഷണമാണ് കൂത്ത്. അതിനുവേണ്ടി അവൻ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. മഹാശി, അവന്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയും, ബിഹൈസ്, ഈ നിലയിൽ, യഖഉ ബിഹി, അതുകൊണ്ട് അവൻ ചെന്ന് പെടുന്നു, ഫി ശുബഹത്തിൻ വ ഹറാമിൻ, തേടാൻ പോകുമ്പോൾ ഹറാമാണോ ഹലാലാണോ തിരിച്ചറിയാത്ത സ്വത്തിലും ശുബഹത്തായ മുതലിലും ഹറാമിലും എല്ലാം ചെന്ന് പെടുന്നു. വയുദില്ലു നഫ്സഹു, അവന്റെ നെഫ്സിനെ അവൻ നിസാരമാക്കുന്നു, ഇങ്ങനെ ഇതിന്റെ എല്ലാം പുറകെ പോയിട്ട്. വലിയ ഇൽമൊക്കെ ഉള്ളവനായിരിക്കും, വിവരമുള്ളവനായിരിക്കും, ബുദ്ധിയുള്ളവനായിരിക്കും, കാശ് കിട്ടാൻ വേണ്ടി ഏത് നെറിയടം അവൻ ചെയ്യും. അപ്പൊ അവന്റെ നെഫ്സിനെ അവൻ നിസാരമാക്കും. വയൻഖുസു ഖദറു, അവന്റെ പദവി അവൻ ഇടിച്ചു താഴ്ത്തും. ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, അവിടെ ഞാൻ അള്ളാഹുവിന്റെ ഖൗലിനെ കുറിച്ച് ചിന്തിച്ചു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഒരു ദാബത്തും ഇല്ല ഭൂമിയില്, അള്ളാഹു അവൻ അതിന്റെ റിസ്ക് അള്ളാഹുവിന്റെ മേൽ നിക്ഷിപ്തമായിട്ടല്ലാതെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അവന്റെ റിസ്ക് എല്ലാവരുടെയും. അപ്പൊ ഫഅലിന്തു, ഞാൻ മനസ്സിലാക്കി, അന്റെ റിസ്ഖി, എന്റെ റിസ്ക് അലല്ലാഹി തആല, അള്ളാഹുവിന്റെ മേൽ നിക്ഷിപ്തമാണ്. വഖദുല്ലാമിനു, അവൻ അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഫസ്തഖൽതു ബി ഇബാദത്തിഹി, അവന്റെ ഇബാദത്തുമായി ഞാൻ ജോലിയായി. വഖതഅതു തമഇ, എന്റെ ആഗ്രഹത്തിന് ഞാൻ മുറിച്ചു കളഞ്ഞു. അമ്മൻ സിവ, അള്ളാഹു ഒഴികെയുള്ള മുഴുവൻ വസ്തുക്കളെ തൊട്ടും എന്റെ ആഗ്രഹത്തിന് ഞാൻ മുറിച്ചു കളഞ്ഞു. അള്ളാഹു ഏറ്റെടുത്തിരിക്കുക, പിന്നെ എന്തിന് ഞാൻ വേവലാതിപ്പെടണം? ഒരു കുഞ്ഞ് ചെറുപ്പത്തിലേ കളിക്കാൻ പോകും, ആ കുട്ടിയുടെ മനസ്സിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ചിന്തയുമില്ല. ഭക്ഷണം തന്റെ മാതാവ് കൊടുക്കും എന്നുള്ള ശരിയായ ഉത്തമ ബോധ്യമുണ്ട്. എല്ലാം മറന്നത് കളിച്ചുകൊണ്ടിരിക്കും. വിശക്കുമ്പോൾ ഓടി ഉമ്മ എന്ന് പറഞ്ഞിട്ട് വരും. എന്നതുപോലെ യജമാനനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഒന്നും ചിന്തിക്കേണ്ടതില്ല. റിസ്ക് വരും, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അള്ളാഹ് തീരുമാനിക്കുന്നത് വരും, അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ അടിമകളാണ് നാം, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നാം, അള്ളാഹുവിൻ്റെതാണ് നാം, അള്ളാഹുവിന്റെ കീഴിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മളുടെ നാസിയത്ത്, നമ്മളുടെ നിയന്ത്രണം മുഴുവൻ പടച്ച തമ്പുരാനിലാണ്. അപ്പൊ അള്ളാഹു തആല നോക്കിക്കോളും, അൽഹംദുലില്ലാ. അൽഫായിദത്തു സാമിന, അദ്ദേഹം പഠിച്ച അവസാനത്തെയും എട്ടാമത്തെയും പിന്നെ പോയിന്റ്, അന്യ റായിത്തു കുല്ല വാഹിദിൻ, ഞാൻ ഓരോരുത്തരെയും കണ്ടു, മുഅ്തമിദൻ അലാ ഷൈഇൻ മഖ്ലൂഖിൻ, മഖ്ലൂക്കായ ഓരോ വസ്തുവിന്റെ മേൽ ആശ്രയിക്കുന്നതായിട്ട് കണ്ടു. സൃഷ്ടികളെ ആശ്രയിച്ച് എല്ലാവരും ജീവിക്കുന്നു. ബഅദുഹു മിനൽ ദീനാരി വദ്ദിർഹം, ചിലർ സ്വർണ്ണ വെള്ളി നാണയങ്ങളിലേക്ക് പോകുന്നു. ബഅദുഹു മിനൽ മാലി വൽ മുൽക്ക്, ചിലർ വേറെ സ്വത്ത് അധികാരം അതിലേക്കെല്ലാം പോകുന്നു. ബഅദുഹു മിനൽ ഹിർഫത്തി വസ്സനാഅ, ചിലർ ചില തൊഴിലുകൾ നിർമ്മാണ പ്രവർത്തനം അതിലേക്കെല്ലാം പോകുന്നു. അതാണ് ഇയാളുടെ ജീവിതത്തിന്റെ രക്ഷ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ബഅദുഹു മിനാ മഖ്ലൂഖിൻ മിസ്ലിഹി, ചിലർ ഇയാളെപ്പോലുള്ള സൃഷ്ടികളുടെ അടുക്കിലേക്ക് തെണ്ടിക്കൊണ്ടു പോകുന്നു. ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, ഞാൻ അള്ളാഹുവിന്റെ ഖൗലിനെ കുറിച്ച് ചിന്തിച്ചു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. വമൻ യതവക്കൽ, ആരെങ്കിലും തവക്കുലാക്കിയാൽ, ഫരമേൽപ്പിച്ചാൽ, അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ ഫരമേൽപ്പിച്ചാൽ, ഫഹുവ ഹസ്ബു, അള്ളാഹു അവന് മതി. ഇന്നല്ലാഹ, അവൻ, നിശ്ചയം അള്ളാഹു, ബാലിഗു അംരിഹി, ഇവന്റെ കാര്യങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നവനാണ്.
അവന്റെ കാര്യങ്ങൾ എവിടെയെല്ലാം അവന്റെ നിലയിലേക്ക് എത്തിക്കേണ്ടവനാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാര്യം എത്തേണ്ടടുത്ത് എത്തിയതാണ്, ഏറ്റവും ഉന്നതമാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹു താല എല്ലാ വസ്തുക്കൾക്കും ഒരു ഖദറിനെ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്ന പരിപാടി ഇല്ല. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഫതവക്കൽതു അലല്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചു. ഫഹുവ ഹസ്ബി, എനിക്ക് മതിയായവനാണ്. വനിഅമൽ വക്കീലു, ഏറ്റവും നല്ല വക്കീലും അവൻ തന്നെയാണ്, കാര്യകർത്താവ് അവൻ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ഫഖാല ഷഖീഖുൻ, ഉസ്താദ് മഹാനായ ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഫഖക അല്ലാഹു, മോനെ നിന്നക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നി ഖദ് നളർതു തൗറാത്ത വൽ ഇൻജീല വസ്സബൂറ വൽ ഫുർഖാന, ഞാൻ ഈ 4 വേദഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട്. ഫവജത്തുൽ കുതുബൽ അർബഅത, 4 കിതാബിനെ ഞാൻ എത്തിച്ചു. തദൂറു അലാ ഹാദിഹിൽ ഫവായിദി സമാനിയത്തി, ഈ 8 കാര്യങ്ങളിലാണ് അത് കിടന്ന് കറങ്ങുന്നത്. ഈ 8 കാര്യങ്ങളിലാണ് മുഴുവൻ സമാവിയായ ഗ്രന്ഥങ്ങളുടെയും കറക്കം, അതിലാണ്. അവകളെ പുരസ്കരിച്ചുള്ള ചർച്ചകളാണ് ഉള്ളതെന്ന് അർത്ഥം. അപ്പൊ ഫമൻ ആമില ബിഹ, ഇതുകൊണ്ടൊരുത്തിന് അമൽ ചെയ്താൽ കാന ആമിലൻ ബിഹാദിഹിൽ കുതുബിൽ അർബഅ, ഈ 4 കിതാബ് കൊണ്ട് അവൻ അമൽ ചെയ്തവനായി തീർന്നു. 2 ഹിക്കായത്ത് അദ്ദേഹം പറഞ്ഞ്, ഒന്ന് മഹാനായ ശിബിരി റളിയല്ലാഹു അൻഹു 4000 ഉസ്താദന്മാരുമായി സഹവസിച്ചു. അവരിൽ നിന്ന് അദ്ദേഹം ഒരേ ഒരു ഹദീസ് എടുത്തു. അതാണ് യഅമൽ ദുനിയാക ഖദരി മഖാമിക ഫിയ എന്ന് തുടങ്ങുന്ന ആ ഹദീസ്. രണ്ടാമത് പറഞ്ഞ ഇത് ഈ പറഞ്ഞ ഹാത്തമുൽ അസമിന്റെ ചരിത്രം. അയ്യുഹൽ വലതു, മോനെ ഖദ് അലിംത മിൻ ഹാതൈനിൽ ഹിക്കായതൈനി, ഈ 2 ചരിത്ര കഥനത്തിലൂടെ നീ അറിഞ്ഞു, അന്നക നിശ്ചയം നീ ലാ തഹ്താജ് ലാ തക്സീർ, ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അമലാണ് വേണ്ടത്. ഇപ്പോ ഉബയ്യിനുലൊക്കെ നിനക്ക് ഞാൻ വ്യക്തമാക്കി തരാം. മാ യജിബു അലാ സാലിക്കി സബീലിൽ ഹക്കി, ഹക്കിന്റെ വഴിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് എന്താണ് നിർബന്ധമാകുന്നതെന്ന്, അതെന്താണെന്ന് പറഞ്ഞു തരാം. നീ അറിയണം, അന്നഹു യംബഗി സാലിക്കി, സാലിക്കിന് അത്യാവശ്യമാണ്, അള്ളാഹുവിന്റെ ഹക്കിന്റെ വഴിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അത്യാവശ്യമാണ് ഷെയ്ഖുൻ മുർഷിദുൻ, ഒരു മുർഷിദായ ഷെയ്ഖ്, ഇയാളെ നേർമാർഗത്തിൽ നടത്തുന്ന ഒരു ഷെയ്ഖ് ആവശ്യമാണ്. മുറബിൻ, തർബിയത്ത് ചെയ്യുന്ന ഒരു ഷെയ്ഖ്. ലി യുഖ്രിജ അൽ അഖ്ലാഖ സയ്യിഅത മിൻ, ഇയാളിലുള്ള ദുസ്വഭാവത്തിനെല്ലാം പുറത്തു കളയാൻ വേണ്ടി. ബി തർബിയത്തി, അദ്ദേഹത്തിന്റെ തർബിയത്ത് കൊണ്ട്. വജഅല മക്കാനഹ, ആ ദുസ്വഭാവത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം നിക്ഷേപിക്കാൻ വേണ്ടിയും. ഖുലുഖൻ ഹസന, നല്ല സ്വഭാവത്തിന്. ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ഷെയ്ഖ് ആവശ്യമാണ്. അപ്പം അങ്ങനെ തർബിയത്തി, ഈ തർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് മുരീദിനെ തർബിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, തർബിയത്തിന്റെ ആശയം യുഷ്ബിഹു, അത് സദൃശമാകും ഫിഅലൽ ഫല്ലാഹി, ഒരു കൃഷിക്കാരന്റെ പ്രവൃത്തിയോട് സാദൃശ്യമാകും. അല്ലെങ്കിൽ അങ്ങനത്തെ കൃഷിക്കാരൻ യക്ലഹു, അയാൾ പിഴുതെടുക്കും, പറിച്ചു കളയും, അശൗക, മുൾ ചെടികളെ, വയുഖ്രിജു നബാതാത്തിൽ അജ്നബിയത്ത, വേണ്ടാത്ത അന്യ ചെടികളെയൊക്കെ പറിച്ചു മാറ്റും. മിംബൈനി സറ, കൃഷികളുടെ ഇടയിലുള്ളതിനെല്ലാം പുറത്താക്കും. എന്തിനായി ചെയ്യുന്നത്? ലിയഹ്സുന നബാത്തുഹു, അയാളുടെ നബാത്ത് നല്ല രൂപത്തിലാകാൻ വേണ്ടി. വയക്കുമല റയഹു, അതിന്റെ വരുമാനം സമ്പൂർണമായി കിട്ടാൻ വേണ്ടി കളകളെല്ലാം പറിച്ചു കളയും. ഇതാണ് ഒരു കൃഷിക്കാരന്റെ പണി. ഇത് തന്നെയാണ് മുറബിയായ ഒരു ഷേഖ് തന്റെ മുരീദിൽ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു ഷേഖിനെ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഔസിൽനാ ഇലൈക വഔസിൽനാ ഇലാ മൻ യൂസിലുനാ ഇലൈക. അല്ലാഹുമ്മ ഔസിൽനാ ഇലൈക വഔസിൽനാ ഇലാ മൻ യൂസിലുനാ ഇലൈക. അല്ലാഹുമ്മ ഔസിൽനാ ഇലൈക വഔസിൽനാ ഇലാ മൻ യൂസിലുനാ ഇലൈക ബിഹഖി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ബുദ്ദ ലിസ്സാലികി, അപ്പോൾ ഒരു സാലിക്കിന് അത്യാവശ്യമാണ് മിൻ ഷെയ്ഖിന്, ഒരു ഷെയ്ഖ്. യുഅദ്ദിബുഹു, ആ ഷെയ്ഖ് ഇയാൾക്ക് മര്യാദ പഠിപ്പിക്കും. വയുർശിദു, ഇയാളെ ആ ഷെയ്ഖ് നടത്തും. ഇലാ സബീലില്ല, അള്ളാഹുവിന്റെ വഴിയിലേക്ക് നടത്തും. അങ്ങനത്തെ ഒരു ഷെയ്ഖ് ആവശ്യമാണ്. കാരണം അല്ലാഹ, നിശ്ചയമായും അള്ളാഹു അർസല ലിൽ ഇബാദി, അടിമകൾക്ക് വേണ്ടി അള്ളാഹു തആല അയച്ചു റസൂലിനെ, ഒരു റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലിൽ ഇർഷാദി ഇലാ സബീലിഹി, ആ റസൂലിന്റെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി, വഴി നടത്താൻ വേണ്ടിയാണ് റസൂലിനെ അള്ളാഹു അയച്ചത്. അങ്ങനെ ഫൈദർതഹല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ഫഖദ് ഖല്ലഫൽ ഖുലഫാ, ഖുലഫായിനെ പകരമാക്കിയിട്ട് അവിടുന്ന് പോയത്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ എന്ന് പറഞ്ഞില്ലേ, അവരെ പകരമാക്കിയിട്ടാ പോയത്. ഫീ മക്കാനിഹി, അവിടുന്ന് സ്ഥാനത്ത്. ഹത്താ യുർശിദു, അവര് വഴി നടത്തും. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. വശർത്ത് ഷെയ്ഖി,
ഷെയ്ഖിന്റെ ഷർത്ത് അല്ലതി യസ്ലുഹു മനുഷ്യനെ നന്മയിലേക്ക് നടത്തുന്ന ഷെയ്ഖിന്റെ ഷർത്ത് അയ്യക്കുന ഷെയ്ഖ് ആയിരിക്കണമെന്നാണ് നായിബൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി വസല്ലമു അലൈഹി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായിബായിരിക്കണം. അവിടുന്നിന്റെ പകരക്കാരൻ, അവിടുന്നിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കണം. എന്ത് വിഷയത്തിൽ നായിബായിരിക്കണം? ആ ഇർഷാദിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നായിബായിരിക്കണം. അടുത്തത് അയ്യക്കൂന ആലിമൻ, അയാൾ ആലിമായിരിക്കണം. വലാകിൻ ലാ കുല്ലു ആലിമിൻ, എല്ലാ ആലിമും യസ്ലുഹു ലിൽ ഖിലാഫത്തി, നിബിതങ്ങളുടെ ഖിലാഫത്തിന് അർഹനാവുകയില്ല. എല്ലാ ആലിമിനും അതിന് പറ്റിയതല്ല. ഇവിടെ വിശദീകരിക്കാൻ പോവാണ്. അദ്ദേഹം പറയാണ് വൈന്നി ഉബയ്യിനുലക, ഞാൻ നിനക്ക് വ്യക്തമാക്കി തരാം, ബഅദ അലാമാതിഹി, ആ ഷെയ്ഖിന്റെ ചില അടയാളങ്ങളെ, അലാ സബീലിൽ ഇജ്മാലി, പൊതുവെ മൊത്തത്തിൽ ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ഹത്താ ലാ യദ്ദഅയ കുല്ലു അഹദിൻ, എല്ലാ ഓരോരുത്തരും വാദിക്കാതിരിക്കാൻ വേണ്ടി, അന്നഹു മുർഷിദുൻ, ഞാൻ മുർഷിദായ ഷെയ്ഖാണെന്ന് വാദിക്കാതിരിക്കാൻ വേണ്ടി ആരാണ് മുർഷിദായ ഷെയ്ഖ് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. അള്ളാഹു അങ്ങനെയുള്ളൊരു മുർഷിദായ ഷെയ്ഖിനെ നൽകി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഷെയ്ഖിന്റെ അടയാളങ്ങൾ ഇൻഷാ അള്ളാഹ് നാളെ